നമസ്കാരം. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ കനലുകൾ അന്താരാഷ്ട്ര വിപണിയെ പൊള്ളിക്കുമ്പോൾ ഇന്ത്യയിൽ വിലക്കയറ്റം തടയാൻ ചില നിർദ്ദേശങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഹൈദരാബാദിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കവെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് മുന്നിൽ പുതിയ സാമ്പത്തിക നയങ്ങൾ അവതരിപ്പിച്ചത്. അതിർത്തിയിൽ പോയി തോക്കെടുക്കുന്നത് മാത്രമല്ല, ദൈനംദിന ജീവിതത്തിൽ മിതവ്യയം പാലിക്കുന്നതും വലിയ രാജ്യസ്നേഹമാണെന്ന് മോദി ഓർമ്മിപ്പിച്ചു. അതിർത്തിയിൽ ജീവൻ ബലികഴിക്കുന്നത് മാത്രമല്ല, ദൈനംദിന ജീവിതത്തിൽ ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കണമെന്നും അതാണ് രാജ്യസ്നേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്തിന്റെ വിദേശ നാണ്യ ശേഖരം സംരക്ഷിക്കുന്നതിനായി വിദേശയാത്രകളും വിദേശത്ത് നടത്തുന്ന വിവാഹങ്ങളും ഒഴിവാക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. പെട്രോൾ, ഡീസൽ എന്നിവയുടെ ഉപഭോഗം കുറയ്ക്കുന്നതിനായി മെട്രോ ട്രെയിനുകളും മറ്റ് പൊതുഗതാഗത സംവിധാനങ്ങളും ഉപയോഗിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കാർ പൂളിംഗ് പ്രോത്സാഹിപ്പിക്കണമെന്നും ചരക്ക് നീക്കത്തിനായി റെയിൽവേക്ക് മുൻഗണന നൽകണമെന്നും ആവശ്യത്തിലുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം കൂട്ടണമെന്നും വർക്ക് ഫ്രം ഹോം സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. കൂടാതെ അടുത്തൊരു വർഷത്തേക്ക് അത്യാവശ്യമില്ലാത്ത സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കണമെന്നും പ്രധാനമന്ത്രി ജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഭക്ഷ്യ എണ്ണയുടെ ഉപയോഗം കുറയ്ക്കുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്കും ജനങ്ങളുടെ ആരോഗ്യത്തിനും ഗുണകരമാണെന്നും മോദി ചൂണ്ടിക്കാട്ടി. ദൈനംദിന ആവശ്യങ്ങൾക്കായി തദ്ദേശീയമായി നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾക്ക് മുൻഗണന നൽകാനും ആഭ്യന്തര വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കാനും അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട്. കർഷകർ രാസവളങ്ങളുടെ ഉപയോഗം 50% കുറയ്ക്കണമെന്നും ഡീസൽ പമ്പുകൾക്ക് പകരം സൗരോർജ്ജത്തിലേക്ക് മാറണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. ആഗോള വിതരണ ശൃംഖലയിലുണ്ടായ തടസ്സങ്ങളും വിലക്കയറ്റവും നേരിടാൻ രാജ്യത്തിന് ജനങ്ങളുടെ കൂട്ടായ പങ്കാളിത്തം അത്യാവശ്യമാണെന്നും ഇതിനായി എല്ലാവരും സഹകരിക്കണമെന്നുമാണ് അദ്ദേഹം പ്രസംഗത്തിലുടനീളം പ്രധാനമായും അഭ്യർത്ഥിച്ച കാര്യം. കോവിഡ് കാലത്ത് നാം ശീലിച്ച വർക്ക് ഫ്രം ഹോം രീതിയും ഓൺലൈൻ യോഗങ്ങളും വീണ്ടും സജീവമാക്കണമെന്നാണ് മോദി ആവശ്യപ്പെടുന്നത്. ഓരോ തുള്ളി ഇന്ധനം ലാഭിക്കുന്നതും രാജ്യത്തിന്റെ വിദേശ നാണ്യ ശേഖരം സംരക്ഷിക്കുന്നതും തുല്യമാണെന്നാണ് പ്രധാനമന്ത്രിയുടെ വാദം. ഇന്ത്യയിലെ ഇടത്തരക്കാർക്കിടയിൽ വർദ്ധിച്ചു വരുന്ന വിദേശ ടൂറിസത്തെയും വിദേശത്തെ വിവാഹ ആഘോഷങ്ങളെയും മോദി ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. അടുത്തൊരു വർഷത്തേക്ക് വിദേശയാത്രകൾ ഒഴിവാക്കി ആഭ്യന്തര ടൂറിസം പ്രോത്സാഹിപ്പിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിലൂടെ വിദേശ നാണ്യം ചോരുന്നത് തടയാനാകും. അതിലും വിചിത്രമായ നിർദ്ദേശം സ്വർണത്തെക്കുറിച്ചാണ്. വിവാഹങ്ങൾക്കും മറ്റുമായി അടുത്തൊരു വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കണമെന്നാണ് മോദി ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. കൃഷിഭൂമിയിൽ രാസവളങ്ങളുടെ ഉപയോഗം 50% കുറയ്ക്കണമെന്നും ഡീസൽ പമ്പുകൾക്ക് പകരം സൗരോർജ്ജത്തിലേക്ക് മാറണമെന്നും അദ്ദേഹം കർഷകർക്കും നിർദ്ദേശങ്ങളായി നൽകുന്നുണ്ട്. ആഗോള വിതരണ ശൃംഖലയിലുണ്ടായ തടസ്സങ്ങളും വിലക്കയറ്റവും നേടാൻ ജനങ്ങളുടെ കൂട്ടായ പങ്കാളിത്തം അനിവാര്യമാണെന്നാണ് മോദിന്റെ പ്രസംഗത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ആഗോള പ്രതിസന്ധിയുടെ കാലത്ത് സാധാരണക്കാരുടെ പോക്കറ്റ് സംരക്ഷിക്കാനും രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ നിലനിർത്താനുമുള്ള മോദിയുടെ ഈ കടുത്ത ഉപദേശങ്ങൾ അണികൾക്കിടയിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. മോദിയുടെ ഈ പ്ലാൻ വിലക്കയറ്റത്തിന് കടിഞ്ഞാണിടുമോ എന്ന് കാത്തിരുന്നാണ് കാണേണ്ടത്. മാത്രമല്ല, ആഗോള വിപണിയിൽ ബാരൽ $126 എണ്ണവില കുതിക്കുമ്പോൾ ഇന്ത്യയിൽ ഇന്ധനവില വർധനവ് അനിവാര്യമാണെന്ന സൂചനകളും വരുന്നുണ്ട്. ഇതിനെയൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കുന്ന രീതിയിലാണോ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ എന്നുള്ളതാണ്. കാരണം ജനങ്ങളെ മുൻകൂട്ടി തയ്യാറാക്കുന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങൾ വരുന്നത് ഇന്ധനവില രാജ്യത്ത് കൂടാൻ പോകുന്നു എന്നൊരു ധ്വനി ഉണ്ടാക്കുന്നുണ്ട്. മോദിയുടെ ഈ മിതവ്യയ തന്ത്രം വിലക്കയറ്റത്തിൽ നിന്നും സാധാരണക്കാരെ രക്ഷിക്കുമോ, താൽക്കാലിക ആശ്വാസം മാത്രമാണോ നൽകുക എന്നതൊക്കെ ഇനിയും കണ്ടറിയണം.